ഹായ്, എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് 3 വെറൈറ്റി സാൻഡ്വിച്ചസ് ആണ്. അപ്പോൾ അത് ഓരോന്നും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ഒരു ചട്നി തയ്യാറാക്കി വെക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും ഒരു പച്ചമുളകും ഒരു 4 ചെറിയ വെളുത്തുള്ളി അല്ലിയും എടുത്തിട്ടുണ്ട്. പുതിനയിലയും മല്ലിയിലയും ഞാനിവിടെ ഒരു 1/2 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ മല്ലിയിലയും പുതിനയിലയും ഈ വെളുത്തുള്ളി അല്ലിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഞാനിത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ വളരെ കുറച്ച് മാത്രമേ അരച്ചെടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനാവശ്യത്തിന് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ പുതിന ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചട്നി തയ്യാറാക്കിയെടുക്കാം. ഇനി ഞാൻ തേങ്ങാ ചട്നിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് തേങ്ങയും അതുപോലെ തന്നെ 1/4 കപ്പ് പുതിനയിലയും 1/4 കപ്പ് മല്ലിയിലയും ഒരു 5 വെളുത്തുള്ളി അല്ലിയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരെണ്ണം എടുക്കേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ പകുതി മാത്രം എടുത്താൽ മതിയാകും. എന്നിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് ഉപ്പ് ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഈ അരച്ചു വെച്ചിരിക്കുന്ന ഈ കോക്കനട്ട് ചട്നി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കോക്കനട്ട് ചട്നിയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ 2 ചട്നിയും തയ്യാറാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സാൻഡ്വിച്ച് ഓരോന്നും തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ പ്ലെയിൻ ചട്നിയാണ്. ഇത് കോക്കനട്ട് ചേർത്തിട്ടുള്ള കോക്കനട്ട് ചട്നിയാണ്. ഒരു പാനിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതൊന്നിട്ടിട്ടൊന്ന് മെൽറ്റ് ചെയ്യിച്ചെടുക്കാം. ജസ്റ്റ് ഇതൊന്ന് മെൽറ്റായാൽ മതിയാകും. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇത്രയും മതിയാകും. ഈ ചൂടിൽ തന്നെ ബാക്കിയുള്ള ബട്ടറും മെൽറ്റ് ആയിക്കോളും. ഈ ക്ലബ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് കുക്കുംബർ എടുത്തിട്ടുണ്ട്. ഇത് പുഴുങ്ങിയെടുത്ത പൊട്ടറ്റോയാണ്. പിന്നെ ഒരു സവാള, ഒരു ടൊമാറ്റോ, ഒരു ക്യാപ്സിക്കം. ഇത് ഇത്രയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം വട്ടത്തിലൊന്ന് സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുക്കാം. നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചുള്ള പൊട്ടറ്റോ പുഴുങ്ങിയെടുത്താൽ മതി കേട്ടോ. സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കും. ഈ സാൻഡ്വിച്ചിലേക്ക് ഞാനിവിടെ പ്ലെയിൻ ചട്നിയാണ് ചേർക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ബ്രെഡ് വേണം. സാൻഡ്വിച്ച് ബ്രെഡ് ആയാലും നല്ലത്. ഇതിപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡൊന്നുമല്ല, സാധാരണ ബ്രെഡാണ്. ഞാനൊരു 4 പീസ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിലേക്ക് ഞാൻ ആദ്യം കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഈ ഗ്രീൻ ചട്നി ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഒരു ബ്രെഡിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് കുറച്ച് സവാള വെച്ച് കൊടുക്കാം. ഈ ഇരിക്കുന്ന ബ്രെഡിനെ ഇതുപോലെ കമഴ്ത്തി വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് ഒന്ന് അമർത്തി കൊടുക്കണം. ഇതിന് മുകളിലേക്ക് കുറച്ച് ബട്ടർ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോയും ഈ കുക്കുംബറും ക്യാപ്സിക്കും കൂടി വെച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇതിന് മുകളിലേക്ക് മൊസറല്ല ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ശരിക്കും നമ്മുടെ ഗൾഫിലൊക്കെ ഉള്ള മൊസറല്ല ചീസാണ് നല്ലത് കേട്ടോ. ഈ ബ്രെഡ് കൊണ്ട് ഇതങ്ങ് കവർ ചെയ്തെടുക്കാം. വീണ്ടും ഇതിന് മുകളിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഈ ഇരിക്കുന്ന വെജിറ്റബിൾസ് നമുക്ക് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം.
ഈ ബ്രെഡ് കൊണ്ട് നമുക്ക് കവർ ചെയ്യാം. ഇനി ഇത് ചൂടായ പാനിലേക്ക് വെച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ടോസ്റ്റ് ചെയ്യേണ്ട പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ബട്ടർ ഞാനൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനത്തെ പാൻ ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ പാൻ ആയാലും മതി കേട്ടോ. ഇപ്പോൾ കാസ്റ്റ് ചെയ്യേണ്ട ഒരു പാനാണ്. വെച്ചിട്ട് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കും. ഇനി ഞാൻ ഇതൊന്ന് തിരിച്ചു വെച്ച് കൊടുക്കാൻ പോവാണ്. കണ്ടോ, ശരിക്കും ആ പാനിൻ്റെ ആ ഒരു ലൈനാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊരു കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റുവാണ്. ഞാനിവിടെ 2 ചെറി ഇതുപോലെ 2 സ്റ്റിക്കിൽ കുത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ ഒലിവ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ചെറി കുത്തിയെടുത്തത്. ഞാൻ ഇത് കട്ട് ചെയ്യാൻ പോവാണ്. കണ്ടോ, ലെയറെല്ലാം അതുപോലെ വന്നിട്ടുണ്ട്. മയണൈസ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെജിറ്റബിൾസ് ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പൊട്ടറ്റോ ഇത് ഞാൻ പുഴുങ്ങി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ കുറച്ച് സവാള, കുറച്ച് ക്യാപ്സിക്കം, ടൊമാറ്റോ, കുക്കുംബർ, ഇത്രയും വെജിറ്റബിൾസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും എടുത്തിട്ടുണ്ട്, ചില്ലി ടൊമാറ്റോ സോസും എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനൊന്നും പ്രത്യേകിച്ചൊരു കണക്കൊന്നുമില്ല, നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ എടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കെച്ചപ്പ് 1 ടേബിൾ സ്പൂണും ടൊമാറ്റോ ചില്ലി സോസ് 1 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രെഡിലേക്ക് ഞാൻ മയണൈസ് 1 ടീസ്പൂൺ തേച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം മയണൈസിൽ ഉപ്പുണ്ട്. പിന്നെ ഈ എടുത്തിരിക്കുന്ന ടൊമാറ്റോ കെച്ചപ്പിൽ, ടൊമാറ്റോ സോസിൽ ഒക്കെ ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഒരു ബ്രെഡ് കൊണ്ട് ഇതങ്ങ് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മളിവിടെ പ്ലെയിൻ ആയിട്ട് അരച്ച് വെച്ചിരിക്കുന്ന പുതിനയുടെ ചട്നി ഉണ്ടല്ലോ, അത് തേച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിങ്ങനെ ചെയ്തു എന്ന് വെച്ച് നിങ്ങൾ ഇതേപോലെ തന്നെ ലെയർ ചെയ്യണം എന്നൊന്നുമില്ല. നിങ്ങളുടെ ഒരു കലാബോധം അനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചും ഒക്കെ ഇതുപോലെ ലെയർ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഇതിന് മുകളിലേക്ക് മറ്റൊരു ബ്രെഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കണം. ഞാൻ ഇതിന് മുകളിലേക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് തേച്ച് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് ഞാനിവിടെ ചീസ് വെച്ച് കൊടുക്കുകയാണ്. മറ്റേ ബ്രെഡ് കൊണ്ട് ഇതങ്ങ് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മയണൈസ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടോസ്റ്റ് ചെയ്തും എടുക്കാം. ഞാനിപ്പോൾ ഇത് ടോസ്റ്റ് ചെയ്തിട്ടല്ല എടുക്കുന്നത്, ടോസ്റ്റ് ചെയ്യാതെ കട്ട് ചെയ്ത് സെർവ് ചെയ്യാണ് ചെയ്യുന്നത്. ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. കോക്കനട്ട് ചട്നി കൊണ്ടുള്ള സാൻഡ്വിച്ചാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയറിൽ ഞാൻ ബട്ടറാണ് തേച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ മെൽറ്റ് ചെയ്യിച്ച ബട്ടർ അല്ല കേട്ടോ, റൂം ടെമ്പറേച്ചർ ആക്കിയ ബട്ടറാണ്. ഇനി ഇതിന് മുകളിലേക്ക് ഒരു ബ്രെഡ് വെച്ച് കൊടുക്കാം.
ഇതിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന കോക്കനട്ട് ചട്നി വെച്ച് കൊടുക്കാം. അത് കുറച്ച് കട്ടിക്ക് തന്നെ വെച്ച് കൊടുക്കും കേട്ടോ. ഇനി ഇതിന് മുകളിലേക്ക് മറ്റൊരു ബ്രെഡ് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് അമർത്തി കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പാണ് തേച്ച് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം ചെയ്യാം കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്താണോ അവൈലബിൾ അതനുസരിച്ച് നമുക്ക് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്തി ചെയ്തു കൊടുക്കാവുന്നതാണ്. മറ്റൊരു ബ്രെഡ് കൊണ്ട് ഇത് വീണ്ടും ഒന്ന് കവർ ചെയ്യാം. അപ്പം ഇതും വേണമെങ്കിൽ നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ടോസ്റ്റ് ചെയ്തിട്ടൊന്നും അല്ല എടുക്കുന്നത്, അല്ലാതെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് പല രീതിയിൽ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടുമ്പോൾ അവർ ഹാപ്പി ആയിരിക്കും. നല്ല കളറിലൊക്കെ കാണുമ്പോഴേ. ഇങ്ങനെ നമ്മൾ കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ ഇതുപോലെ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവർക്കൊരു രസമായിരിക്കും. ഈ 3 സാൻഡ്വിച്ചസും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ലല്ലോ. അതുപോലെ തന്നെ സലു കിച്ചൻ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.